നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. ജാമ്യം നേടി കൃഷ്ണദാസ്. ലക്കിടി കോളേജ് വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവത്തിൽ ചെയർമാൻ പി കൃഷ്ണദാസിന് ഉപാധികളോട് ജാമ്യം അനുവദിച്ചു ഹൈക്കോടതി. ചെയർമാന്റെ അറസ്റ്റ് നിയമപരമല്ല, ഇയാളെ അടിയന്തരമായി മോചിപ്പിക്കണം. കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കുമെന്നും ഹൈക്കോടതി. കൃഷ്ണദാസിനെതിരെ കേസ് ഡയറിയിൽ മതിയായ തെളിവുകളില്ല. തിടുക്കത്തിൽ അറസ്റ്റ് നടത്തിയത് രേഖപ്പെടുത്തിയിട്ടില്ലെന്നും നിരീക്ഷണം. അതേസമയം ലോ കോളേജ് വിദ്യാർത്ഥിയെ മർദ്ദിച്ച കേസിൽ ചെയർമാനെതിരെ FIR രജിസ്റ്റർ ചെയ്തതിൽ പോലീസിന് ഗുരുതര വീഴ്ച പറ്റിയെന്ന് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട്. സംഭവത്തിൽ പഴയന്നൂർ സ്റ്റേഷനിലെ ASI ജ്ഞാനശേഖരന് സസ്പെൻഷൻ. വകുപ്പ് തല അന്വേഷണത്തിന് ചാലക്കുടി DYSPക്ക് നിർദ്ദേശം. ജിഷ്ണു കേസ് നിലനിൽക്കെ ജാമ്യമില്ലാ വകുപ്പുകൾ അടക്കം ചുമത്താൻ കഴിയുമായിരുന്ന കേസിൽ പോലീസിന് പറ്റിയത് ഗുരുതര വീഴ്ചയെന്നും റിപ്പോർട്ടിൽ പരാമർശം. വിവാദ പട്ടിക പുറത്ത്. ശിക്ഷ ഇളവിനുള്ള ജയിൽ വകുപ്പ് പട്ടികയിൽ TP കേസ് പ്രതികളും. കൊടിസുനിയും KC രാമചന്ദ്രനും കുഞ്ഞനന്ദനും കിർമാണി മനോജും ഉൾപ്പെടെ ശിക്ഷ അനുഭവിക്കുന്ന 11 പ്രതികളും പട്ടികയിൽ. വിശദീകരണം ജയിൽ വകുപ്പിൽ നിന്ന് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിൽ. ശിക്ഷ ഇളവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഗവർണർക്ക് നൽകിയത് 1850 പേരുകൾ അടങ്ങിയ പട്ടിക. പട്ടികയിൽ ഇടം പിടിച്ച ചന്ദ്രബോസ് വധക്കേസ് പ്രതി മുഹമ്മദ് നിസാമും കല്ലുവാതുക്കൽ മദ്യദുരന്ത കേസ് പ്രതി മണിച്ചനും, അപ്രാണി കൃഷ്ണകുമാർ വധക്കേസ് പ്രതി ഓംപ്രകാശും കാരണവർ വധക്കേസ് പ്രതി ഷെറിനും പട്ടികയിൽ. അതേസമയം അന്തിമ പരിശോധനയ്ക്ക് ശേഷം സർക്കാർ ഗവർണർക്ക് കൈമാറിയത് ഈ പട്ടികയാണോ എന്നത് അവ്യക്തം. ശിക്ഷ ഇളവുമായി ബന്ധപ്പെട്ട് സർക്കാർ പട്ടിക തയ്യാറാക്കുന്നത് ജയിൽ വകുപ്പ് നൽകുന്ന പട്ടിക DGPയും ഉന്നത ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം പരിശോധിച്ച ശേഷം. അതേസമയം സർക്കാർ നിലപാട് അംഗീകരിക്കാനാവില്ലെന്ന് പ്രതിപക്ഷം. വിഷയം മലപ്പുറം ഉപതിരഞ്ഞെടുപ്പിൽ പ്രചരണ വിഷയമാക്കുമെന്ന് രമേശ് ചെന്നിത്തല. കോടതിയെ സമീപിക്കുമെന്ന് തിരുവഞ്ചൂർ. വിമർശനങ്ങൾക്കായി വിജിലൻസിന് കുറുക്കിട്ട് വീണ്ടും ഹൈക്കോടതി പരാമർശം. അഴിമതി സംബന്ധിച്ച പരാതികൾ ലഭിച്ചാൽ അതിന്റെ ഉദ്ദേശശുദ്ധി ആദ്യം പരിശോധിക്കണം. സംസ്ഥാനത്ത് പരാതി മാഫിയ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഈ മാഫിയാണ് പല പരാതികളുമായി ആളുകളെ പറഞ്ഞുവിടുന്നതെന്നും കോടതി. വിജിലൻസിന് നേരെയുള്ള ഹൈക്കോടതി വിമർശനം ശങ്കർ റെഡ്ഡിയുടെ സ്ഥാനക്കയറ്റം സംബന്ധിച്ച കേസും ബന്ധുനിയമന കേസും പരിഗണിക്കുന്നതിനിടെ. അഴിമതി കേസുകൾ അന്വേഷിക്കാൻ വിജിലൻസിന് മാത്രമേ അധികാരമുള്ളൂ എന്നും ഇത്തരം കേസുകൾ പോലീസിനും അന്വേഷിച്ചുകൂടെയെന്നും കോടതിയുടെ ചോദ്യം. ചിന്നമ്മയ്ക്ക് തൊപ്പിച്ചിഹ്നം. തമിഴ്നാട്ടിൽ AIADMKയുടെ 2 ചിഹ്നം മരവിപ്പിച്ചതിന് പിന്നാലെ ശശികലയ്ക്കും OPSനും പുതിയ ചിഹ്നങ്ങൾ അനുവദിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ചിഹ്നത്തിനായുള്ള മത്സരത്തിൽ ചിഹ്നത്തലവിക്ക് കിട്ടിയത് തൊപ്പിയും പനീർശെൽവത്തിന് വൈദ്യുതി പോസ്റ്റും. ശശികലയുടെ നേതൃത്വത്തിലുള്ള പാർട്ടി വിഭാഗത്തിന് AIADMK അമ്മയെന്നും OPS പക്ഷത്തിന് AIADMK പുരട്സിത്തലവി അമ്മയെന്നും പേര്. ഇരു വിഭാഗങ്ങളുടെയും അവകാശവാദത്തെ തുടർന്ന് 2 ചിഹ്നം മരവിപ്പിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത് ഇന്നലെ. ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2730 രൂപ, പവൻ 21,840 രൂപ, വെള്ളി ഗ്രാമിന് 45 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30. നമസ്കാരം.